നമസ്കാരം. അനിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ നിലവിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിന് കീഴിലെ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്ന ബിരുദധാരികളായിട്ടുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. അതേക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ഞാൻ പറഞ്ഞ പോലെ 100 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ ഒഴിവുകൾ സ്കെയിൽ 1 ആണ്. അതിലേക്ക് ആണ് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി എന്നുള്ള പൂർണ്ണമായും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്, സ്വന്തം സ്ഥാപനമാണെന്ന കാര്യം മനസ്സിലാക്കുക. ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കുവാനായിട്ടുള്ളത്. 2024 മാർച്ച് 21 മുതൽ ഏപ്രിൽ 12 വരെയാണ് ഇതിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള അവസരം. ഇത് ടെൻഡേറ്റീവായിട്ട് ഇപ്പോൾ ഡേറ്റ് ഓൺലൈൻ എക്സാമിനേഷൻ വഴി ആയിരിക്കും സെലക്ഷന്. അത് മെയ് അല്ലെങ്കിൽ ജൂൺ 2024 നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓൺലൈനായിട്ട് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. മറ്റു മോഡുകളുടെ അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വേക്കൻസികളുടെ എണ്ണം ഡീറ്റെയിൽസ് വേണമെങ്കിൽ അക്കൗണ്ട് സെക്ഷനിലേക്ക് 20 ഒഴിവുകളെ, ആക്ച്വറിയൽ 5, ആക്ച്വറി എഞ്ചിനീയറിംഗ് 15, എഞ്ചിനീയറിംഗ് IT 20, മെഡിക്കൽ ഓഫീസർ 20, ലീഗൽ 20, അങ്ങനെ ആകെ 100 വേക്കൻസികളാണ് ഉള്ളതിൽ. ഈ 45 വേക്കൻസികളും അൺറിസേർവ്ഡ് ആണ്. 13 SC കാൻഡിഡേറ്റ്സ്, ST കാൻഡിഡേറ്റ്സിന് 7, OBC 26, അതുപോലെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഉള്ളവർക്ക് 9 വേക്കൻസികളും ഉണ്ട്. സർവീസ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിര നിയമനമായിരിക്കും. ഇന്ത്യയിൽ എവിടെയും വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യപ്പെടാം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ തയ്യാറായിരിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്നവരെ 1 വർഷത്തേക്ക് പ്രൊബേഷൻ ആയിരിക്കും എന്ന കാര്യം. ജോയിൻ ചെയ്യുന്ന ദിവസം മുതൽ 1 വർഷത്തേക്ക് പ്രൊബേഷൻ ആയിരിക്കും. അതേപോലെ ജോയിൻ ചെയ്യുന്ന ആള് ഒരു ബോണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മിനിമം കമ്പനിയിലെ പ്രൊബേഷൻ ഉൾപ്പെടെ 4 വർഷം കമ്പനിയെ സെർവ് ചെയ്തോളാം ബോണ്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം മേടിച്ച് സാലറി കൊടുക്കേണ്ടതായിട്ട് വരും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ശമ്പള സ്കെയിൽ പറയുകയാണെങ്കിൽ 50,925 മുതൽ 96,765 എന്ന സ്കെയിലാണ് ശമ്പളം ലഭിക്കുക. ഇപ്പൊ തന്നെ തുടക്ക ശമ്പളം തന്നെ 85,000 രൂപയോളം ലഭിക്കും. അതുപോലെ മറ്റ് ബെനിഫിറ്റ്സുകളൊക്കെ ഉണ്ട്. അതുപോലെ ഗ്രാറ്റുവിറ്റി, ലീവ്, ട്രാവൽ കൺസെഷന്, മെഡിക്കൽ ബെനിഫിറ്റ്സ്, ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ്, അങ്ങനെയുള്ള മറ്റ് ബെനിഫിറ്റ്സുകൾ ഇതോടൊപ്പം ഉണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിസംബർ 31, 2023 അടിസ്ഥാനമാക്കിയാണ്. അപ്പൊ ആ സമയത്ത് ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുള്ളത് പ്രിസ്ക്രൈബ് ആയിട്ട് ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാവും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. മാർക്ക് ലിസ്റ്റും ഡിഗ്രി സർട്ടിഫിക്കറ്റും ഒക്കെ ആ സമയത്ത് ഉണ്ടായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇതിന്റെ യോഗ്യതകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അക്കൗണ്ട്സിലേക്കാണ് ഒഴിവുകൾ. അക്കൗണ്ട്സിലേക്ക് BCom 60% മാർക്കോടെ BCom ഡിഗ്രി പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും. SC/ST-കാരാണെങ്കിൽ 55% മതി. മിനിമം ക്വാളിഫിക്കേഷൻ ആണ്. അതിൽ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം, അല്ലെങ്കിൽ MBA ഫൈനാൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതുമല്ലെന്നുണ്ടെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ICWA പാസ്സായവർക്കും അപേക്ഷിക്കാൻ കഴിയും. രണ്ടാമത്തെ വേക്കൻസി ആക്ച്വറിയലിലേക്കാണ്. അതിലേക്ക് സ്റ്റാറ്റിക്സിലോ മാത്തമാറ്റിക്സിലോ ആക്ച്വറിയൽ സയൻസിലോ ഉള്ള 60% മാർക്കുള്ള ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. SC/ST-കാരാണ് 55% മാർക്ക് മതി. അല്ലെന്നുണ്ടെങ്കിൽ MSc സ്റ്റാറ്റിക്സ്, MSc മാത്തമാറ്റിക്സ്, MSc ആക്ച്വറിയൽ സയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. അതുമല്ലെന്നുണ്ടെങ്കിൽ ബാച്ചലർ ഡിഗ്രി ഏതെങ്കിലും 4 വർഷത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറീസ് ഓഫ് ഇന്ത്യ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇതിനെ അപേക്ഷിക്കാനായിട്ട് കഴിയും. അതുപോലെ BE അല്ലെങ്കിൽ BTech ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉള്ളവർക്കും 60% മാർക്ക് ഉണ്ടെങ്കിൽ ആക്ച്വറിയൽ പോസ്റ്റിലേക്ക്. അതായത് അടുത്ത എഞ്ചിനീയർ IT ആണ്. അതിലേക്ക് BE അല്ലെങ്കിൽ BTech IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 60% മാർക്കോടെ പാസ് അവർക്ക് അപേക്ഷിക്കാൻ. ഇതിലെല്ലാം SC/ST-കാരാണെങ്കിൽ 5% മാർക്കുള്ള ഉണ്ട്, 55% മാർക്ക് മതി. ബാക്കി എല്ലാവർക്കും 60% മാർക്കോടെ പാസ്സാകാതിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ME അല്ലെങ്കിൽ MTech IT കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ MCA 60% മാർക്കോടെ പാസ് അവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ അത്രയാണ് എഞ്ചിനീയർ IT-ക്കുള്ള വേക്കൻസി. അടുത്തത് എഞ്ചിനീയേഴ്സിന്റെ വേക്കൻസി BTech അല്ലെങ്കിൽ BE, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, പൗഡർ, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ, ഇതിലേതെങ്കിലും ഒരെണ്ണം 60% മാർക്കോടെ പാസ് അവർക്ക് ഈ എഞ്ചിനീയേഴ്സ് സെക്ഷനിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അതല്ലെങ്കിൽ ME അല്ലെങ്കിൽ MTech ഈ പറഞ്ഞിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ MBBS, BDS ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അത് അടുത്ത ഡോക്ടേഴ്സിനുള്ളതാണ്. ഡോക്ടേഴ്സിന്റെ വേക്കൻസികളിലേക്ക് MBBS അല്ലെങ്കിൽ BDS ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതകളായിരിക്കും ഉണ്ടായിരിക്കുക. ലീഗൽ സെക്ഷനിലേക്ക് നിയമത്തിലുള്ള 60% മാർക്കോടുള്ള ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഡിസംബർ 31, 2023 അടിസ്ഥാനമാക്കിയാണ്. മിനിമം 21 വയസ്സും മാക്സിമം 30 വയസ്സുമാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. SC/ST-കാരാണെങ്കിൽ 5 വർഷവും
OBC നോൺ ക്രിമിനൽ ആയിട്ടുള്ളവർക്ക് 3 വർഷവും ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷം ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും. ഓൺലൈൻ ടെസ്റ്റ് phase 1 phase 2 ഉണ്ടായിരിക്കും. phase 1 പ്രിലിമിനറി എക്സാമിനേഷൻ 100 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആയിരിക്കും. അതിനകത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ്, റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ നീണ്ടു നിൽക്കുന്ന പരീക്ഷയായിരിക്കും. 100 മാർക്കിന്റെ ടെസ്റ്റാണ്, 1 മണിക്കൂർ നിൽക്കുന്ന പരീക്ഷയാണ്. അതിൽ പാസ്സാകുന്നവർക്ക് വേണ്ടി മെയിൻ എക്സാമിനേഷൻ ഉണ്ടാകും. അതിലും അതിനുശേഷമായിരിക്കും ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക എന്ന കാര്യം കൂടി അതിനുശേഷമായിരിക്കും phase 3-ലായിരിക്കും ഇന്റർവ്യൂവിന് ശേഷമായിരിക്കും ഫൈനൽ സെലക്ഷൻ നടത്തപ്പെടുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. എക്സാമിനേഷൻ സെന്ററുകൾ പറയുകയാണെങ്കിൽ കേരളത്തിലെ എക്സാമിനേഷൻ സെന്ററുകൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ എറണാകുളം, കൊച്ചി അല്ലെങ്കിൽ തിരുവനന്തപുരം ആണ് സെന്റർ. അപ്പോൾ എറണാകുളം അല്ലെങ്കിൽ കൊച്ചി അല്ലെങ്കിൽ തിരുവനന്തപുരം 2 സെന്ററുകളാണ് കേരളത്തിലുള്ളത്. phase 2 മെയിൻ എക്സാമിനേഷന് കേരളത്തിലെ ഒരു സെന്റർ മാത്രമേ ഉള്ളത്. എറണാകുളം അല്ലെങ്കിൽ കൊച്ചി മാത്രമേ സെന്റർ ഉണ്ടായിരിക്കും. തിരുവനന്തപുരം സെന്റർ ഉണ്ടായിരിക്കത്തില്ല. പ്രിലിമിനറി എക്സാമിനേഷൻ 2 സെന്റർ ഉണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ സെന്ററുകളുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും? ആദ്യം ഒരു രജിസ്ട്രേഷൻ പ്രോസസ് ഉണ്ട്. അതിനുശേഷം ഫീസ് അടയ്ക്കുക. ഓൺലൈനായിട്ട് വേണം ഫീസ് അടയ്ക്കാൻ. പിന്നെ ഫോട്ടോഗ്രാഫും നമ്മുടെ സിഗ്നേച്ചറൊക്കെ സ്കാൻ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. അതിൽ ചെയ്യേണ്ട www.orientalinsurance.org.in എന്ന സൈറ്റ് വഴി കരിയർ സെക്ഷനിൽ പോയിട്ട് അപ്ലൈ ഓൺലൈൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേരും മറ്റു ഡീറ്റെയിൽസും ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഫഷണൽ രജിസ്ട്രേഷൻ നമ്പർ പാസ്വേഡ് ലഭിക്കും. അത് വെച്ച് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ടും അപ്ലോഡ് ചെയ്യാനായിട്ടും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഫീസ് അടയ്ക്കാൻ കഴിയും. അത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ ഒക്കെ നമുക്ക് ഫീസ് അടയ്ക്കാനായിട്ട് കഴിയും. ഫോട്ടോഗ്രാഫൊക്കെ അതുപോലെ സ്കാൻ ചെയ്ത് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ. ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും കറുത്ത മഷികൊണ്ട് വെള്ള പേപ്പറിൽ നമ്മൾ സൈൻ ചെയ്ത ശേഷമാണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഓൺലൈനായിട്ട് തന്നെ നമുക്ക് കോൾ ലെറ്റർ എക്സാമിനേഷൻ കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. സെലക്ഷൻ ലഭിച്ചാലും മെഡിക്കൽ ഫിറ്റ്നസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ സെലക്ഷൻ എന്ന കാര്യം കൂടി ഓർക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ. എത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.